എല്ലാവർക്കും നമസ്കാരം. കേഡറ്റ് സൈക്കോളജിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 35 ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് അറിയാനാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതെന്ന് എനിക്കറിയാം. ഈ ഒരു വീഡിയോയുടെ ഇൻട്രൊഡക്ടറി പാർട്ടായിട്ട് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നേരിട്ട് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഏറ്റവും ആദ്യമായിട്ട് ഞാൻ പറയുന്നത്, കഴിഞ്ഞ 10 വർഷങ്ങളിലായിട്ട് നടന്നിട്ടുള്ള കേഡറ്റ് എക്സാംസിൽ 15 അതിൽ കൂടുതലോ പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ടോപ്പിക്കാണ്. ഏറ്റവും ആദ്യത്തെ ടോപ്പിക്ക് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ടാണ്. അത് ഓൾമോസ്റ്റ് 21 പ്രാവശ്യമാണ് ഈ കഴിഞ്ഞ 10 പരീക്ഷകളിലായിട്ട് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു ടോപ്പിക് എന്നുള്ളത്. ഇതിൽ തന്നെ പ്രതിഭാധനരായിട്ടുള്ള വിദ്യാർത്ഥികൾ, അതുപോലെ മന്ന പഠിതാക്കൾ, ഇത്തരത്തിലുള്ള കുട്ടികളെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളും രീതികളും. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആത്മനിഷ്ഠ രീതി, പരീക്ഷണ രീതി, നിരീക്ഷണ രീതി, അതുപോലെ അഭിമുഖം, സർവേ, പിന്നെ കേസ് സ്റ്റഡി, ആക്ഷൻ റിസർച്ച്, ഇതൊക്കെ ഇതിൽ വരുന്നതാണ്. ഇത്തരത്തിലൊരു 15ഓളം സബ് ടോപ്പിക്സ് ഈ ഒരു ടോപ്പിക്കിൽ തന്നെ വരുന്നുണ്ട്. ഈ കഴിഞ്ഞ 10 പരീക്ഷകൾക്കിടയിൽ 16 പ്രാവശ്യമാണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. മൂന്നാമത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് പിയാഷയുടെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങളാണ്. അതിൽ 4 ഘട്ടങ്ങളാണുള്ളത്. ഇന്ദ്രിയ ചാലക ഘട്ടം, പ്രാഗ് മനോവ്യാപാര ഘട്ടം, മൂർത്ത മനോവ്യാപാര ഘട്ടം, ഔപചാരിക മനോവ്യാപാര ഘട്ടം. അപ്പോൾ ഇത് 15 പ്രാവശ്യമാണ് കഴിഞ്ഞ 10 പരീക്ഷകളിലായിട്ട് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ ആദ്യത്തെ 3 ടോപ്പിക്സ് കഴിഞ്ഞു. ഇനി 4 മുതൽ 10 വരെയുള്ള ടോപ്പിക് എന്ന് പറയുന്നത് 10 അതിൽ കൂടുതലോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് ആണ്. 4th ടോപ്പിക് എന്ന് പറയുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡാണ്. 5th ടോപ്പിക് വ്യവഹാരവാദികൾ. വ്യവഹാരവാദികൾ എന്ന് പറയുമ്പോൾ പാവ്ലോവ്, തൊണ്ടൈക്ക, സ്കിന്നർ, ഇവരുടെയൊക്കെ പരീക്ഷണങ്ങളും അവർ നിർദ്ദേശിച്ചിട്ടുള്ള സിദ്ധാന്തങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു ടോപ്പിക്കിൽ വരുന്നുണ്ട്. ഇനി 6ാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പഠന വൈകല്യങ്ങളാണ്. അതായത് നമുക്കറിയാം ഡിസ്കാൽക്കുലിയ, ഡിസ്ഗ്രാഫിയ, അങ്ങനെ 4 പഠന വൈകല്യങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 4 പഠന വൈകല്യങ്ങളാണ് 6ാമത്തെ ടോപ്പിക്ക്. 7th ഇമ്പോർട്ടൻ്റ് ടോപ്പിക് എന്ന് പറയുന്നത് വൈഗോട്സ്കിയുടെ സിദ്ധാന്തങ്ങളാണ്. ഇതിൽ തന്നെ സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദം, റെസിപ്രോക്കൽ ടീച്ചിങ്, അതുപോലെ തന്നെ സ്കാഫോൾഡിങ്, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത്. 8ാമത്തേന്ന് പറയുന്നത് ഫ്രോയിഡിൻ്റെ സിദ്ധാന്തങ്ങളാണ്. ഫ്രോയിഡിൻ്റെ എല്ലാ സിദ്ധാന്തങ്ങളിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഈക്വൽ ഇമ്പോർട്ടൻസിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്. 9ാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കാതറിൻ ബ്രിഡ്ജസിൻ്റെയും ഡാനിയൽ ഗോൾമാൻ്റെയും വൈകാരിക വികാസം അല്ലെങ്കിൽ വൈകാരിക ബുദ്ധിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. 10ാമത്തെ ടോപ്പിക്ക് പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇതിൽ തന്നെ അഭിപ്രേരണ അല്ലെങ്കിൽ പഠന വേഗത, പഠനശൈലി, ഇത്തരത്തിൽ 18ഓളം ടോപ്പിക്സ് ആണ് ഈ ഒരു പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ വരുന്നത്. ഇപ്പം നമ്മുടെ ആദ്യത്തെ 10 ടോപ്പിക്സ് കഴിഞ്ഞു. ഇനി 11 മുതൽ 23 വരെയുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് കഴിഞ്ഞ 10 പരീക്ഷകളിലായിട്ട് 6 അതിൽ കൂടുതലോ പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് ആണ്. 11ാമത്തെ ടോപ്പിക്ക് ലിംഗവിവേചനമാണ്. ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഒരു ക്വസ്റ്റ്യനെങ്കിലും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുണ്ട്. ജെൻഡർ ഈക്വാലിറ്റിയോ ജെൻഡർ ഇനീക്വാലിറ്റിയോ അതൊക്കെയായിട്ട് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. 12ാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ബഹുമുഖ ബുദ്ധിയാണ്. ഹവാർഡ് ഗാർഡ്നറുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് 12th ഇമ്പോർട്ടൻ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. 13ാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ലോറൻസ് കോൾബർഗിന്റെ സന്മാർഗിക വികാസം അല്ലെങ്കിൽ മോറൽ ഡെവലപ്മെന്റ് ആണ്. 14ാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രതിരോധ തന്ത്രങ്ങൾ അല്ലെങ്കിൽ സമായോജന ക്രിയാതന്ത്രങ്ങളാണ്. ഏകദേശം 9 സബ് ടോപ്പിക്സ് ആണ് ഇതിനുള്ളിൽ വരുന്നത്. 15th ടോപ്പിക്ക് അബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയാണ്. 16ാമത്തെ ടോപ്പിക്ക് ബ്രൂണറാണ്. ബ്രൂണറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആശയങ്ങളും സിദ്ധാന്തങ്ങളും ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. 17ാമത്തെ ടോപ്പിക്ക് വിവിധ തരം മൂല്യനിർണ്ണയം. അതുപോലെ തന്നെ 18ാമത്തെ ടോപ്പിക്ക് വികാസ തത്വങ്ങൾ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഏകദേശം 11 ടോപ്പിക്സ് ആണ് ഈ ഒരു പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെൻറ്റിൽ വരുന്നത്. 19ാമത്തെ ടോപ്പിക്ക് ബുദ്ധി സിദ്ധാന്തങ്ങളാണ്. ഇതിൽ തന്നെ വിവിധ തരം സിദ്ധാന്തങ്ങൾ വരുന്നുണ്ട്. ഏകഘടക സിദ്ധാന്തം, ദ്വിഘടക സിദ്ധാന്തം, അതുപോലെ സംഘഘടക സിദ്ധാന്തം, അങ്ങനെ ഒരുപാട് സിദ്ധാന്തങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ബുദ്ധി സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ ഒരുമിച്ച് നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. 20ാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളർച്ച വികാസമാണ്. ഈ വളർച്ച വികാസവും തമ്മിലുള്ള താരതമ്യം, അത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ, കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത്. 21ാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് IQ ആണ്. ഇതിനോടൊപ്പം തന്നെ ചേർത്ത് പഠിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് EQ. IQ എന്ന് പറയുന്നത് ഇന്റലിജൻസ് കോഷ്യന്റും EQ എന്ന് പറയുന്നത് ഇമോഷണൽ കോഷ്യന്റും ആണ്. 22ാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള അവകാശ സംരക്ഷണ നിയമങ്ങളും ആക്റ്റുകളുമാണ്. 23ാമത്തെ ടോപ്പിക്ക് നോം ചോംസ്കിയുടെ യൂണിവേഴ്സൽ ഗ്രാമറാണ്.
ഇപ്പം നമ്മുടെ ആദ്യത്തെ 23 ടോപ്പിക്സ് കഴിഞ്ഞു. ഇനി 24 മുതൽ 35 വരെയുള്ള ടോപ്പിക്സ് ആണ്. കഴിഞ്ഞ 10 പരീക്ഷകളിലെ 5 അതിൽ കുറവ് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഭയങ്കര ഇമ്പോർട്ടൻസ് കുറഞ്ഞ ടോപ്പിക്കല്ലേ, അതുകൊണ്ട് ഇത് കേൾക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ വിചാരിക്കും. പക്ഷെ ഞാൻ പറയാം, ഇതാണ് ഏറ്റവും മസ്റ്റായിട്ട് നിങ്ങൾ കണ്ടിരിക്കേണ്ട ഭാഗം. കാരണം നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് വിചാരിച്ചിട്ടുള്ള പല ക്വസ്റ്റ്യൻസും പല ടോപ്പിക്സും ഇതിൽ വരുമ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻസ് കുറവാണ് ശരിക്കും. അതുകൊണ്ടാണ് എക്സാം കഴിഞ്ഞ് പോരുമ്പോൾ ഞാൻ പഠിച്ച ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒന്നും എക്സാമിന് ചോദിച്ചില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് പോരേണ്ടി വരുന്നത്. ഇനി നമുക്ക് 24ാമത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. 24ാമത്തെ ടോപ്പിക്ക് എറിക് എറിക്സന്റെ മനോസാമൂഹ്യ വികാസ സിദ്ധാന്തം, അതായത് സൈക്കോ സോഷ്യൽ ലേണിംഗ് തിയറിയാണ്. 25ാമത്തെ ടോപ്പിക്ക് ശിശുവികാരത്തിന്റെ സവിശേഷതകൾ. 26ാമത്തെ ടോപ്പിക്ക് വിലയിരുത്തൽ സമീപനങ്ങളാണ്. 3 സമീപനങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. ഇനി 27ാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിലെ സമഗ്രതാ നിയമം, അതുപോലെ തന്നെ സമഗ്രതാവാദത്തെക്കുറിച്ചൊക്കെയാണ്. ഇനി 28ാമത്തെ ടോപ്പിക്ക് സർഗാത്മകതയുടെ തന്നെ അടിസ്ഥാന ഘടകങ്ങൾ ഏതൊക്കെയാണ്, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. 29ാമത്തെ ടോപ്പിക്ക് GW ആൽപോർട്ടിന്റെയും അതുപോലെ തന്നെ കാൾ റോജേഴ്സിന്റെയും വ്യക്തിത്വമായിട്ട് ബന്ധപ്പെട്ടുള്ള സിദ്ധാന്തങ്ങളാണ്. 30ാമത്തെ ടോപ്പിക്ക് RPWD ആക്ട് പ്രകാരമുള്ള 21 പരിമിതികളാണ്. 31ാമത്തെ ടോപ്പിക്ക് ചലനശേഷിയാണ്. 32ാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രബലനം ശിക്ഷയും. പ്രബലനം എന്ന് പറയുമ്പോൾ ഋണപ്രബലനമുണ്ട്, ധനപ്രബലനമുണ്ട്. ഇതിൽ ഋണപ്രബലനം ശിക്ഷയും സെയിം ആണെന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. പക്ഷെ അത് സെയിം അല്ല, അത് തമ്മിലുള്ള വ്യത്യാസങ്ങളും അറിഞ്ഞിരിക്കണം. 33ാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രശ്നപരിഹരണ ഘട്ടങ്ങളും പ്രശ്നപരിഹരണ തന്ത്രങ്ങളുമാണ്. ഘട്ടങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പ്രശ്നം തിരിച്ചറിയുക, പ്രശ്നം നിർവചിക്കുക, പരികല്പന രൂപീകരിക്കുക, അങ്ങനെ ഒരു 7 ഘട്ടങ്ങളാണ് അതിൽ വരുന്നത്. അതുപോലെ തന്നെ പ്രശ്നപരിഹരണ തന്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ അൽഗോരിതം, ഹ്യൂറിസ്റ്റിക്സ്, ശ്രമപരാജയ രീതി, അങ്ങനെ ഒരു 5 തന്ത്രങ്ങൾ, പഠന തന്ത്രങ്ങളും അതിൽ വരുന്നുണ്ട്. 34ാമത്തെ ടോപ്പിക്ക് ഡെവലപ്മെന്റൽ ടാസ്ക് ആണ്. റോബർട്ട് ഹാവിഗസ്റ്റിന്റെ ഡെവലപ്മെന്റൽ ടാസ്കിനെ കുറിച്ചിട്ടാണ് 34ാമത്തെ ടോപ്പിക്കിൽ പറയുന്നത്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പിക്ക് 35ാമത്തെ ടോപ്പിക്ക് ആൽബർട്ട് ബന്ദൂരയുടെ നിരീക്ഷണ പഠന സിദ്ധാന്തമാണ്. ഇതിലാണ് നമ്മുടെ ബോബോപാവ പരീക്ഷണമൊക്കെ വരുന്നത്. ഞാൻ പഠിക്കുന്ന സമയത്ത് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ധരിച്ചു വെച്ചൊരു ടോപ്പിക്കായിരുന്നു. പക്ഷേ ഇത് കഴിഞ്ഞ 10 പരീക്ഷകളിലായിട്ട് ഒരൊറ്റ പ്രാവശ്യമാണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഒരുപാട് ടൈം എടുത്തിട്ട് പഠിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് എക്സാം കഴിഞ്ഞ് പോരുമ്പോൾ നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാവരുത്, അതായത് ഞാൻ പഠിച്ച ടോപ്പിക്സ് ഒന്നും വന്നില്ല എന്നുള്ളൊരു വിഷമം നിങ്ങൾക്ക് ഉണ്ടാവരുത്. അപ്പം ഇത്തരത്തിൽ ഒരു ശരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയാലാണ് നമുക്ക് ആ ഒരു അബദ്ധം പറ്റാതിരിക്കുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ 35 ടോപ്പിക്സ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.